അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിൽ ജീവിച്ചിരുന്ന വലിയൊരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. ഒരു മഹാസംഭവം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയും. വലിയ നന്മമരം എന്നാണ് അദ്ദേഹത്തെ ചരിത്രം പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ നന്മ മരങ്ങൾ ഉണ്ടാവും, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ. അത്തരത്തിലൊരാളായിട്ടാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ ചരിത്രം പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. നബിയുടെ ചെറുപ്പത്തിലും നബിയുടെ യുവത്വത്തിലൊക്കെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഖുറൈശിയിൽപ്പെട്ട തൈമി ഗോത്രക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബമാണ് ബനു തൈം എന്ന് പറയുന്നത്. ആ ഗോത്രക്കാരനാണ് ഇദ്ദേഹം ആദ്യകാലത്ത് വളരെ മോശമായി ജീവിച്ച ഒരാളാണ്. മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി ഒരു അങ്ങനെ ചാടുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് ബോധം വന്ന സമയത്ത് കൂട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ബോധം കെട്ട സമയത്ത്, ലഹരി ബാധിച്ച സമയത്ത് ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി ചാടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുടി നിർത്തിയ ആളാണ്. വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തെ വെറുത്തു. അവസാനം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചു ഈ മനുഷ്യന് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. ഇദ്ദേഹം തീരുമാനിച്ചു, ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇനി ചത്തേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ മക്കയിലെ ഒരു മലയുടെ മുകളിലേക്ക് കയറണം. മലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഒരു വിടവ് കണ്ടു മലയുടെ ഇടയിൽ. ആ വിടവിലേക്ക് ഇദ്ദേഹം കാലിട്ട് കൊടുക്കുകയാണ്. ഏതെങ്കിലും പാമ്പോ മറ്റോ കൊത്തട്ടെ, അങ്ങനെ ചാവട്ടെ എന്ന് വിചാരിച്ചു. കാലിട്ട സമയത്താണ് കാലിൽ എന്തോന്ന് തടഞ്ഞു. അത് വലിച്ചു നോക്കുമ്പോൾ വലിയൊരു നിധിശേഖരത്തിന്റെ തുടക്കമായിരുന്നു. മക്ക ഭരിച്ച ഏതോ രാജാക്കന്മാര് ശേഖരിച്ചു വെച്ച വലിയ സ്വർണശേഖരമായിരുന്നു അത്. അതിലാണ് ഇദ്ദേഹത്തിന്റെ കാല് തട്ടിയത്. ഇത് മുഴുവൻ അദ്ദേഹം അവിടെ നിന്ന് ശേഖരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹം സമൂഹത്തിൽ മക്കയിൽ വലിയ അംഗീകരിക്കപ്പെട്ട ആളായി മാറുകയാണ്. ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അദ്ദേഹം ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു. ആരുടെ പ്രശ്നത്തിലും അദ്ദേഹം ഇടപെടും. എല്ലാ പ്രശ്നങ്ങളും ഈ സമ്പത്ത് കൊണ്ട് പരിഹരിക്കും. അത്രമാത്രം വലിയ സമ്പത്താണ് അദ്ദേഹത്തിന് നിധിയായി കിട്ടിയിരിക്കുന്നത്. വലിയ അതിഥി സൽക്കാര പ്രിയനായിരുന്നു. ഓരോ ദിവസവും ഓരോ ഒട്ടകത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറങ്ങും. എവിടെ നിന്ന് അതിഥികൾ വന്നാലും അദ്ദേഹം ഭക്ഷണം കൊടുക്കും. അങ്ങനെ വലിയൊരു മനുഷ്യനായി അദ്ദേഹം മാറി. എല്ലാവരുടെയും ആശ്രയമായ മനുഷ്യൻ മാറി. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ആളായി പിന്നീട് അദ്ദേഹം മാറുന്നുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ അറിയാമല്ലോ, കാന യുഖിറുൽ ലൈഫ, അതിഥികളെ സൽക്കരിച്ച മനുഷ്യനാണ്, വലിയ നന്മമരമാണ് അദ്ദേഹം. വയഹ്മിലുൽ കല്ല, ആരുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത വലിയ മനുഷ്യനാണ് അദ്ദേഹം. അങ്ങക്ക് നുബുവത്ത് കിട്ടുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹെൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സഖ്യം നടന്നു. അതായത് മക്കയിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി കൂടിയൊരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ നബി പങ്കെടുത്തിട്ടുണ്ട് ജാഹിലിയ കാലത്ത്. നബി അഭിമാനത്തോടെ അത് പറയുന്നുണ്ട്. അപ്പൊ ആ നാട്ടിലെ പൗരപ്രമുഖനും വലിയ പ്രമാണിയും അംഗീകരിക്കപ്പെട്ട ആളുമാണ് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. ഇന്ന് മരണപ്പെട്ടുപോയി. അദ്ദേഹത്തെ കുറിച്ച് ആയിഷ ബീവി വന്ന് ചോദിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് പരലോകത്ത് എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നാണ് ചോദ്യം. ഈ ചെയ്ത നന്മകൾക്ക് പരലോകത്ത് അല്ലാഹു തആല എന്തെങ്കിലും കൂലി കൊടുക്കുമോ എന്നാണ് ചോദ്യം. നമ്മുടെ ഇടയിലും ഇങ്ങനെ ചില ആളുകൾ ഉണ്ടാവും. ഒരു മുസ്ലിങ്ങളായിരിക്കില്ല, പക്ഷെ ഒരു മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നന്മകൾ ചെയ്യും. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും, അവർക്ക് സ്ഥലം കൊടുക്കും, സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്ന നന്മ മരങ്ങളായ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർലി ഖതിഅതി യൗമദ്ദീൻ, അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പടച്ചോനെ അന്ത്യനാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതാണ് കാരണം. അതുകൊണ്ട് ഒരു നന്മയും ഇയാൾ ഈ ചെയ്ത തുല്യതയില്ലാത്ത ഈ നന്മകൾക്കൊന്നും പരലോകത്തെ നയാ പൈസയുടെ പ്രതിഫലമാക്കി കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒരിക്കൽ പോലും എന്റെ പാപം പുറത്തു തരണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ പരലോകത്തൊരാൾക്ക് നന്മ കിട്ടണമെങ്കിലുള്ള മാനദണ്ഡം മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഉൻസ വഹുവ മുഅ്മിനുൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാനോടുകൂടി സൽക്കർമ്മം ചെയ്താൽ മാത്രമേ പരലോകത്ത് കൂലി കിട്ടുള്ളൂ. ഇല്ലാത്ത ആളുകൾ എത്ര നന്മ ചെയ്താലും ഈമാൻ ഇല്ലെങ്കിൽ ഒരു പ്രതിഫലവും പരലോകത്തുണ്ടാവില്ല. ഇവിടെ കിട്ടും. ഇവിടെ അവർക്ക് പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, ആളുകൾ പുകഴ്ത്തി പറയും, ഇതൊക്കെ ചെയ്യും. മരണശേഷമുള്ള ജീവിതത്തിൽ ഒരു നന്മയും കിട്ടൂല. അതിന് ഈമാൻ അല്ലാഹു തആല അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും.